Unbalanced assignment problems. An assignment problem is called an unbalanced assignment problem whenever the number of tasks means jobs not equal to the number of persons. That is, the cost matrix of an assignment problem is not a square matrix. That is, number of rows is not equal to number of columns. For the solution of such a problem, we add dummy row or column to the given matrix to make it a square matrix. The cost in these dummy row or columns are equal to 0. Solve the following assignment problem. In this problem, we have 3 rows A, B, C row and 4 columns 1, 2, 3, 4. That is, number of rows is not equal to number of columns. ഏത് ക്വസ്റ്റ്യൻ വന്നാലും number of rows equal to number of columns ആണോ എന്ന് ചെക്ക് ചെയ്യണം. Here number of rows is not equal to number of column. That is, the given problem is unbalanced since the number of rows is 1 less than number of columns. So, introducing a dummy row. First step, introduce a dummy row. Since row is 1 less than number of columns, so we introduce one dummy row with the cost 0. 18, 24, 28, 32, 8, 13, 17, 19, 10, 15, 19, 22. 3 റോസ് ആണ്, 4 കോളംസ് ഉണ്ട്. അപ്പോൾ കോളംസിനോട് ഈക്വൽ ആകാൻ വേണ്ടി ഒരു ഡമ്മി റോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ കോസ്റ്റ് 0 ആണ്. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് subtracting the least element of every row from all the elements of that row. ഫസ്റ്റ് റോയിലെ സ്മോളസ്റ്റ് ഏതാണെന്ന് നോക്കണം. സ്മോളസ്റ്റ് 18 ആണ്. സോ 18 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. 18 മൈനസ് 18 0, 24 മൈനസ് 18 6, 28 മൈനസ് 18 10, 32 മൈനസ് 18 14. സെക്കൻഡ് റോയിലെ സ്മോളസ്റ്റ് നോക്കുക. സെക്കൻഡ് റോയിലെ സ്മോളസ്റ്റ് 8 ആണ്. സോ 8 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. 8 മൈനസ് 8 0, 13 മൈനസ് 8 5, 17 മൈനസ് 8 9, 19 മൈനസ് 8 11. ദെൻ തേർഡ് റോയിലെ സ്മോളസ്റ്റ് ഏതാണെന്ന് നോക്കുക. തേർഡ് റോയിലെ സ്മോളസ്റ്റ് 10 ആണ്. സോ 10 മൈനസ് 10 0, 15 minus 10 5, 19 minus 10 9, 22 minus 10 12. ലാസ്റ്റ് റോയിൽ 0 തന്നെയാണ്. സോ 0 0 0 0. നെക്സ്റ്റ് സ്റ്റെപ്പ് സബ്ട്രാക്റ്റിംഗ് ദ ലീസ്റ്റ് എലമെന്റ് ഓഫ് എവരി കോളം ഫ്രം ഓൾ ദ എലമെന്റ്സ് ഓഫ് ദാറ്റ് കോളം. ഇപ്പം ഓരോ കോളത്തിലെയും ലീസ്റ്റ് നോക്കും. അപ്പോൾ ഇവിടെ 0 ആണ്. അപ്പോൾ ഇത് തന്നെ സെയിം റിപ്പീറ്റ് ചെയ്യും. സബ്ട്രാക്ട് ചെയ്യുമ്പം ഇപ്പോൾ ഇവിടെയും 0 ഉണ്ട്, അതുകൊണ്ട് സെയിം റിപ്പീറ്റ് ചെയ്യും. ഇവിടെ 0 ഉണ്ട്, സോ സെയിം റിപ്പീറ്റ് ചെയ്യും. ഇവിടെ 0 ഉണ്ട്, സോ സെയിം റിപ്പീറ്റ് ചെയ്യും. ദെൻ വി ക്യാൻ മേക്ക് 0 അസൈൻമെൻറ്റ് കൊടുക്കാം. സോ ഫസ്റ്റ് റോ നോക്കുക. ഫസ്റ്റ് റോയിൽ ഒരു 0 ഉള്ളൂ. സോ അത് സെലക്ട് ചെയ്യുന്നു. ഒരു 0 ഉള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. ബാക്കി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കട്ട് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് റോയിൽ സീറോസ് ഇല്ല. തേർഡ് റോയിലും സീറോസ് ഇല്ല. ഫോർത്ത് റോയിൽ 1 2 3 ഉണ്ട്. സോ നമ്മളത് എടുക്കുന്നില്ല. കോളം വൈസ് നോക്കുന്നു. സെക്കൻഡ് കോളത്തിൽ ഒരു 0 ഉണ്ട്. സോ അത് മാർക്ക് ചെയ്യുന്നു. ബാക്കിയുള്ളത് കറസ്പോണ്ടിങ് കട്ട് ചെയ്യുന്നു. ഇപ്പം 0 അസൈൻ ചെയ്തു. ആസ് ഓൾ ദ റോസ് ആൻഡ് കോളംസ് ഡു നോട്ട് ഹാവ് അസൈൻമെൻറ്റ്, സോ വി പ്രൊസീഡ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എല്ലാ കോളത്തിനും എല്ലാ റോയ്ക്കും 0 അസൈൻമെൻറ്റ് കിട്ടിയില്ല. സോ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ടിക്ക് മാർക്ക് കൊടുക്കാം.
Making tick mark against the appropriate rows and columns. പ്രീവിയസ് മെത്തേഡിൽ കണ്ടതുപോലെ നമ്മൾ 0 അസൈൻ ചെയ്യാത്ത റോസിന് ടിക്ക് മാർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഫസ്റ്റിൽ 0 അസൈൻ ചെയ്തിട്ടുണ്ട്, സെക്കൻഡിൽ 0 അസൈൻ ചെയ്തിട്ടില്ല, സോ അതിന് ടിക്ക് കൊടുക്കുന്നു. തേർഡിൽ അസൈൻ ചെയ്തിട്ടില്ല, സോ ടിക്ക് കൊടുക്കുന്നു. ഫോർത്തിൽ 0 അസൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ടിക്ക് വന്നിരിക്കുന്ന റോയിലെ സീറോസ് ഉള്ള കോളം ടിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ടിക്ക് ചെയ്തു. ഇവിടെ സീറോസ് വന്നത് തേർഡ് റോയിൽ 0 ടിക്ക് ഉള്ളത് ഇവിടെ തന്നെയാണ്. ദെൻ ആ കോളത്തിൽ അസൈൻ ചെയ്തേക്കുന്ന റോ ടിക്ക് ചെയ്യണം. സോ ഇത് ടിക്ക് ചെയ്തു. അപ്പോൾ ഒന്നുകൂടെ പറയാം, റോസ് 0 അസൈൻമെന്റ് ഇല്ലാത്തത് 2 ടിക്ക് ചെയ്തു. ആ റോയിൽ 0 വരുന്ന കോളം ടിക്ക് ചെയ്തു. ആ കോളത്തിൽ അസൈൻ ചെയ്തേക്കുന്ന റോ ടിക്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദെൻ ലൈൻ വരയ്ക്കണം. ലൈൻ വരയ്ക്കേണ്ടത് ടിക്ക് ഇല്ലാത്ത റോ, അൺടിക്ഡ് റോ. അപ്പോൾ ഇതാണ്, അതിൽ ലൈൻ വരയ്ക്കുന്നു. ദെൻ ടിക്ഡ് കോളത്തിൽ ലൈൻ വരയ്ക്കുന്നു. ദെൻ സ്മോളസ്റ്റ് എലമെന്റ് നോക്കുക. സ്മോളസ്റ്റ് എലമെന്റ് ലൈൻസ് വരയ്ക്കാത്തതിലെ സ്മോളസ്റ്റ് എലമെന്റ്സ് 5 ആണ് സ്മോളസ്റ്റ്. അപ്പോൾ 5 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. സോ ഫസ്റ്റ് 0 അവിടെ തന്നെ വരും. 0 5 കൊണ്ട് സബ്ട്രാക്ട്, ലൈനിലുള്ളത് അത് തന്നെ വരും. സോ 0 5 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6 - 5 1, 10 - 5 5, 14 - 5 9 വരും. സോ 0 1 5 9. ദെൻ അടുത്തത് 0 0 4, 5 കൊണ്ട് മൈനസ് ചെയ്യുമ്പം 0 വരും. 4 5 9 - 5 0, ലൈനിലാണ് 0. നെക്സ്റ്റ് 5 - 5 0, 9 - 5 4, 11 - 5 6. സെക്കൻഡ് റോ നോക്കാം. സെക്കൻഡ് റോയിൽ 0 വരും. 0 4 7. സെക്കൻഡ് റോയിൽ 0 0 4 7. ദെൻ തേർഡ് റോയിൽ ഇവിടെ 2 ലൈൻസിൻ്റെയും ജോയിൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ +5 ആഡ് ചെയ്യണം. അപ്പോൾ 5 വരും. 5 ഇത് ലൈനിലാണ്, ബാക്കിയെല്ലാം ലൈനിലാണ്. ഇത് 2 ലൈനിൻ്റെയും ഇൻ്റർസെക്റ്റ് ചെയ്ത് വന്നുകൊണ്ട് ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 5 0 0 0. ദെൻ 0 അസൈൻ ചെയ്യാം. ഫസ്റ്റ് റോയിൽ ഒരു 0 ഉള്ളൂ, അസൈൻ ചെയ്തു. ബാക്കി കറസ്പോണ്ടിങ് കട്ട് ചെയ്യുക. സെക്കൻഡ് റോയിൽ ഒരു 0 ഉള്ളൂ, അത് മാർക്ക് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. തേർഡ് റോയിൽ ഇല്ല. ഫോർത്ത് റോയിൽ 2 സീറോസ് ഉണ്ട്. സോ കോളം വൈസ് നോക്കുന്നു. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ അസൈൻ ചെയ്തു, സെക്കൻഡ് കോളത്തിൽ അസൈൻ ചെയ്തു, തേർഡ് കോളത്തിൽ 1 മാത്രമേ ഉള്ളൂ. സോ ഇത് മാർക്ക് ചെയ്യുന്നു, ഇത് കട്ട് ചെയ്യുന്നു, കറസ്പോണ്ടിങ് ആയിട്ട് കട്ട് ചെയ്യുന്നു. നൗ ഓൾ ദ റോസ് ആൻഡ് ഓൾ ദ കോളംസ് ഡു നോട്ട് ഹാവ് അസൈൻമെന്റ്. തേർഡ് റോയിൽ അസൈൻമെന്റ് ഇല്ല. സോ ടിക്ക് വീണ്ടും മാർക്ക് ചെയ്യണം. ടിക്ക് മാർക്ക് ചെയ്യുമ്പം 0 അസൈൻമെന്റ് ഇല്ലാത്ത റോ ടിക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് റോയിലുണ്ട്, സെക്കൻഡ് റോയിൽ അസൈൻ ചെയ്തിട്ടുണ്ട്, ലാസ്റ്റിലും അസൈൻ ചെയ്തിട്ടുണ്ട്, തേർഡിൽ മാത്രമാണ് ഇല്ലാത്തത്. സോ അത് ടിക്ക് ചെയ്യുന്നു. ദെൻ ആ ടിക്ക് ചെയ്ത് സീറോസ് വരുന്ന കോളംസ് ടിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ 2 സീറോസ് ഉണ്ട്. സോ 2 കോളം ടിക്ക് ചെയ്യുന്നു. ദെൻ ഈ 2 കോളത്തിലെയും അസൈൻ ചെയ്തിരിക്കുന്നത് റോ ടിക്ക് ചെയ്യണം. അപ്പം ഈ കോളത്തിലെയാണ് അസൈൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് റോയാണ്, ഈ കോളത്തിലാണെങ്കിൽ സെക്കൻഡ് റോയാണ്. സോ ലൈൻ വരയ്ക്കണം. ലൈൻ വരയ്ക്കേണ്ടത് അൺടിക്ഡ് റോ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് റോയാണ്. ദെൻ ടിക്ഡ് കോളം ഇവിടെ 2 എണ്ണം ഉണ്ട്. സോ 2 ലൈൻ വരയ്ക്കണം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്
ദെൻ ലൈൻ ഇല്ലാത്തതിൻ്റെ സ്മോളസ്റ്റ് എലമെന്റ് നോക്കാം. സ്മോളസ്റ്റ് എലമെന്റ് ഇവിടെ 4 ആണ്. സോ 4 ഇത് ലൈനയിലാണ്. സോ 0 തന്നെ വരും. ഇത് ലൈനയിലാണ്. സോ 0 1. ദെൻ 4 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 5 - 4 1. നെക്സ്റ്റ് 9 - 4 9 - 4 ചെയ്യുമ്പോൾ 5. രണ്ട് ലൈനയിലാണ്. ലൈനയിലുള്ളത് 0 0 തന്നെ. ദെൻ 5 - 4 4 0. 6 - 4 ആണ് ചെറുത്. സോ 6 - 4 2. ഇത് രണ്ടും ലൈനയിലാണ്. ലൈനയിലുള്ളത് അതുപോലെ തന്നെ എഴുതുക. 0 0. 4 7 -4 -4 0. 7 - 4 3. ഈ രണ്ടും ഇന്റർസെക്ഷൻ ആണ് വന്നിരിക്കുന്നത്. ഇന്റർസെക്ഷൻ വന്നാൽ ആഡ് ചെയ്യണം. +4 ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 5 + 4 9. ഇവിടെ +4 ആഡ് ചെയ്യുമ്പോൾ 4. ഇവിടെ 0 തന്നെ. ഇത് ലൈനിലാണ് 0. ഇനി 0 അസൈൻ ചെയ്യാം. ഇപ്പം ഫസ്റ്റ് റോയിൽ ഒരു 0 ഉള്ളൂ. സോ അത് മാർക്ക് ചെയ്യുന്നു. ദെൻ കറസ്പോണ്ടിങ് കട്ട് ചെയ്യുന്നു. സെക്കൻഡ് റോ നോക്കുമ്പോൾ 2 എണ്ണം ഉണ്ട്. തേർഡ് റോയിലും 2 എണ്ണം ഉണ്ട്. ഫോർത്തിലും 2 സീറോസ് ഉണ്ട്. കോളം വൈസ് നോക്കുവാണെങ്കിൽ സെക്കൻഡ് കോളത്തിലും 2 എണ്ണം ഉണ്ട്. തേർഡ് 2 എണ്ണം ഉണ്ട്. ലാസ്റ്റിൽ മാത്രം ഒരെണ്ണം ഉള്ളൂ. സോ ഇത് സെലക്ട് ചെയ്യാം. ഇത് കട്ടായി പോകും. ദെൻ വീണ്ടും നോക്കുമ്പോൾ റോയിൽ 2 എണ്ണമാണ്. ഇവിടെയും 2 എണ്ണമാണ്. കോളം നോക്കുമ്പോൾ ഇവിടെ 2 എണ്ണമാണ്. സോ ടൈപ്പ് 2 ആണ്. അപ്പോൾ ഇവിടെ നമുക്കിനി ചെയ്യാൻ പറ്റുന്ന അസൈൻമെന്റ് പ്രോബ്ലം ടൈപ്പ് 2. ഇവിടെ 2 സീറോസ് ഉണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യും. ആർബിറ്ററി ചൂസ് ചെയ്യുന്നു. ഇത് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു സൊല്യൂഷൻ കിട്ടും. ഇത് ചൂസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത സൊല്യൂഷൻ കിട്ടും. 2 സൊല്യൂഷൻസ് കിട്ടും. സോ ഫസ്റ്റ് ഇപ്പം ഇത് തന്നെ 0 1 1 5 0 0 0 2 0 0 0 3 9 4 0 0. ആദ്യം ഇത് ചൂസ് ചെയ്തു. ഇത് കട്ട് ചെയ്തു. ഇവിടെ 2 0 ഉണ്ട്. ഇവിടെ 2 0 ഉണ്ട്. ഇവിടെ 2 0 ഉണ്ട്. ദെൻ കോളം നോക്കുമ്പം ഇത് സെലക്ട് ചെയ്യുന്നു. ഇത് കട്ട് ചെയ്യുന്നു. സെയിം തന്നെയാണ്. അപ്പം ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സൊല്യൂഷൻ കിട്ടും. ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ വേറെ സൊല്യൂഷൻ കിട്ടും. അപ്പം ഇതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് കട്ടായി പോകും. കറസ്പോണ്ടിങ് റോയിലെയും കോളത്തിലെയും കട്ടായി പോകും. ദെൻ ഇത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഇതിന് പകരം ഈ 0 ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് കട്ടായി പോവും. ഇതും കട്ടായി പോവും. ഇത് സെലക്ട് ചെയ്യും. അതായത് ഇവിടെ നമ്മൾ A B C D 1 2 3 4 A B C D 1 2 3 4 2 സൊല്യൂഷൻ സെറ്റ് ആണ് കിട്ടുന്നത്. അപ്പം ഇവിടെയാണെങ്കിൽ എക്ക് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് 1 ആണ്. ബിക്ക് സെലക്ട് ചെയ്തേക്കുന്നത് 2 ആണ്. സിക്ക് സെലക്ട് ചെയ്തേക്കുന്നത് 3 ആണ്. ഡി ഡമ്മി റോ ആണ്. സെലക്ട് ചെയ്തേക്കുന്നത് 4 ആണ്. അപ്പം ഡി എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇല്ല. ക്വസ്റ്റ്യനിൽ A B C വരെയുള്ളൂ. അപ്പം ഡി എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ നമ്മളാണെങ്കിൽ എക്ക് സെലക്ട് ചെയ്തേക്കുന്നത് 1 ആണ്. ബിക്ക് സെലക്ട് ചെയ്തേക്കുന്നത് 3 ആണ്. സിക്ക് സെലക്ട് ചെയ്തേക്കുന്നത് 2 ആണ്. ഡിക്ക് സെലക്ട് ചെയ്തേക്കുന്നത് 4 ആണ്. കോസ്റ്റ് നോക്കാം. അപ്പം എക്ക് 1 ആണ് ഇവിടെ സെലക്ട് ചെയ്യിക്കുന്നത്. എക്ക് 1 ആണ്. എക്ക് 1 എന്ന് പറയുമ്പോൾ ഇവിടെ 18 വരും. ക്വസ്റ്റ്യന് നോക്കുക 18. അപ്പം 18 കോസ്റ്റ് കണ്ടുപിടിക്കണം. ടോട്ടൽ കോസ്റ്റിന് വേണ്ടി 18 പ്ലസ് ബിക്ക് 2 ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. ബിക്ക് 2 എന്ന് പറയുമ്പം ക്വസ്റ്റ്യന് നോക്കുക. ബിക്ക് 2 എന്ന് പറയുമ്പം കോസ്റ്റ് 13 ആണ്. 13 പ്ലസ് ദെൻ സിക്ക് 3. സി എന്ന് പറയുന്നത് 3 ആണ്. സിക്ക് 3 എന്ന് പറയുമ്പോൾ 19 ആണ്. സോ 19. ഡി എന്നുള്ളത് 4 ആണ്. അതായത് നമ്മൾ ഡമ്മി റോ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഡമ്മിക്ക്
ഡി ഡമ്മിയാണ്, സോ 0 ആയിരിക്കും കോസ്റ്റ്. ഇപ്പം 18 പ്ലസ് 13 പ്ലസ് 19 ടോട്ടൽ കോസ്റ്റ് 50 വരും. ഇപ്പം ഈ കേസിലാണ് നമ്മൾ എക്ക് 1 ആണ്. എക്ക് 1 എന്ന് പറയുമ്പം എക്ക് 1 18 ആണ്. സോ 18 പ്ലസ് ബിക്ക് 3 എന്ന് പറയുമ്പോൾ ബി ഏതാണ് 3 17 സിക്ക് 2 എന്ന് പറയുമ്പോൾ 15 സോ ആഡ് ചെയ്യുമ്പം ഡി എന്നുള്ളത് 0 ആണ്. ഡി 0 ആയിട്ട് ഡമ്മിയാണ്. ഡി 0 ഡമ്മിയാണ്. സോ ആൻസർ 18 പ്ലസ് 17 പ്ലസ് 50 കിട്ടും ടോട്ടൽ കോസ്റ്റ്. സോ ടോട്ടൽ കോസ്റ്റ് സെയിം ആയിരിക്കും. 50. ഇപ്പം ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. 2 സൊല്യൂഷൻ സെറ്റ് ഉണ്ട്.